ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ. നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ. നമ്മൾ കണ്ടു ഇറാൻ ഇസ്രയേലിന്റെ മേൽ 200 മിസൈലുകൾ അയച്ചപ്പോൾ ഇസ്രയേൽ മൗനമായിരുന്നു. ഏതാണ്ട് 125 യുദ്ധവിമാനങ്ങൾ ഒരുപോലെ പറന്ന് ഇറാന്റെ മുകളിൽ പോയി നിൽക്കുകയാണ് ബോംബുകൾ ചെയ്യാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ വിദേശ രാജ്യത്തൊരു മുറിയിൽ ഞാനൊരു ബാച്ചിലറായിരുന്ന സമയമാണ്. എന്തോ ഒരു മുഴക്കവും ഇടി പോലൊക്കെ കേട്ടിട്ട് ഞാൻ ആ മുറിയിൽ നിന്ന് എടുത്ത് പുറത്ത് വന്നു. എന്താണെന്ന് ചോദിച്ചാൽ 2 യുദ്ധവിമാനം താന്നു പറക്കുകയായിരുന്നു. അതിൻ്റെ പ്രകമ്പനം ആ ദേശം വളരെ മുഖരിതമാക്കി തീർത്തു. നോക്കുക, ഇസ്രയേലിൻ്റെ ഏതാണ്ട് 125 യുദ്ധവിമാനങ്ങളാണ് ഇറാനിൽ ബോംബ് ചെയ്യാൻ പോയത്. ആ സമയത്ത് സ്ഥിതി ഒന്ന് ആലോചിച്ച്, ഇവിടെ ദൈവം പറയുന്നത് നോക്കാട്ടെ. റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഒരു മേഘം പോലെ വരും. അവരുടെ എയർഫോഴ്സാണ്. ആ വിധത്തിൽ വരുവാൻ ശക്തക്കവണ്ണം ലോകത്തിൽ ഇന്നൊരു രാജ്യമുണ്ടെങ്കിൽ അത് റഷ്യയാണ്. മഹാസൈന്യം. നിങ്ങൾ കണ്ടു, മനോരമയിൽ കണ്ടു നിങ്ങളൊരു ഫോട്ടോ. ഉക്രൈനെ ആക്രമിക്കാൻ റഷ്യ പോയപ്പോൾ സാറ്റലൈറ്റിൽ എടുത്ത ഫോട്ടോ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചു. സൈന്യവ്യൂഹം, വാഹനങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഏതാണ്ട് 30-35 കിലോമീറ്റർ നീളം. റഷ്യയുടെ ആയുധങ്ങൾ, സൈന്യങ്ങൾ പോകുന്നത് 30-34 കിലോമീറ്റർ. പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, അതവരുടെ സൈന്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അവർക്ക് 7000 ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ശേഖരമുള്ളൊരു രാജ്യമാണ് റഷ്യ. അവൾ ഇവിടെ പറഞ്ഞത് മഹാസൈന്യം. ഇനി കപ്പലുകളെ കുറിച്ച് വായിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 11:40. അത് റഷ്യ ആക്രമിക്കുന്ന കാര്യമാണ് പറയുന്നത്. വടക്കേ ദേശത്ത് നിന്ന് 11:40 അവിടെ ഒരു പ്രയോഗമുണ്ട്. അത് അവരുടെ നേവിയെ കാണിക്കുകയാണ്. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്ത് മുട്ടു. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. നോക്കുക, വടക്കേ ദേശത്തിലെ രാജാവ് വളരെ കപ്പലുകളോടെ. റഷ്യയുടെ നേവൽ പവറാണ്. ആകാശം മറയ്ക്കുന്നത് അവരുടെ എയർഫോഴ്സ് പവറാണ്. മഹാസൈന്യം. പ്രിയപ്പെട്ട നിങ്ങൾ ഓർക്കണം, 1917 വരെ റഷ്യ ചരിത്രത്തിൽ ആരുമല്ല. അവരെ പേടിക്കാൻ ആരുമല്ല. ഞാൻ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി. അതായത് ഒരു പ്രവചന പ്രാസംഗികനുണ്ടായിരുന്നു. എഫ് ഇ പിറ്റ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതായത് പഴയ കാലത്ത് ഒരു പ്രവചന പ്രാസംഗികനാണ് റവറൻ എഫ് ഇ പിറ്റ്സ്. അദ്ദേഹത്തിന് ഒരിക്കൽ 1857 നടന്ന സംഭവമാണ്. അമേരിക്കയുടെ കോൺഗ്രസിൽ, അമേരിക്കയുടെ 2 കോൺഗ്രസും കൂടെ ഒന്നിച്ചുള്ള ഒരു മീറ്റിങ്ങിൽ 2 ദൂത് കൊടുക്കാൻ അവസരം കിട്ടി. ഈ കർത്തൃദാസൻ അന്ന് അമേരിക്കൻ ഗവൺമെന്റിനോട് പ്രസംഗിച്ചു, റഷ്യ ഒരു വൻ ശക്തിയായി മാറും. 1857 റവറൻഡ് എഫ് ഇ പിറ്റ്സ് അത് പ്രസംഗിച്ചത്. അന്ന് റഷ്യ ആരുമല്ല. നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് റൂസോ ജപ്പാൻ വാർ. 1905 ഈ കൊച്ചു ജപ്പാൻ റഷ്യയെ പരാജയപ്പെടുത്തിയ യുദ്ധത്തിൽ 1905. ലോകം ഇന്ന് ഭയപ്പെടുന്ന ഒരു രാജ്യമുണ്ട്, റഷ്യയാണ്. 7000 ന്യൂക്ലിയർ വെപ്പൺ, മഹാസൈന്യം, വലിയൊരു എയർഫോഴ്സും വലിയ നേവൽ ഫോഴ്സും ഉള്ളൊരു രാജ്യം. അവർ 1917 കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ശേഷം
സാർ ചക്രവർത്തിമാരെ കൊന്നൊടുക്കിയ ശേഷം അവരുടെ സമ്പൽഘടന വലിയൊരു സൈന്യത്തെ കെട്ടിപ്പടുത്താൻ ഉപയോഗിച്ചു. അങ്ങനെ റഷ്യ വലിയൊരു സൈന്യമായി. എന്തിനാണ് ആ സൈന്യമായത്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവിചാരിതമായി സംഭവിച്ചതല്ല. യെസെക്കേൽ പ്രവചനത്തിൽ പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിക്കുവാൻ റഷ്യ ദൈവം ഒരു വലിയ ശക്തിയാക്കി മാറ്റി. ഈ പറഞ്ഞ പോലെ തന്നെ അവർ വലിയ ശക്തിയായി. നമ്മൾ ഓർക്കുക, 1917 ബാൽഫോർ ഡിക്ലറേഷൻ, ഇസ്രയേൽ മടങ്ങി വരുവാൻ കാര്യങ്ങൾ ഒരുക്കുന്നു. 1917 ഫെബ്രുവരിയിൽ റഷ്യൻ വിപ്ലവം നടക്കുന്നു. ഇത് രണ്ടും ഒരുപോലെ ഒരേ വർഷം എന്തിനു നടന്നു? ഇവിടെയാണ് ഒരു ദൈവ പൈതലിന്റെ കണ്ണു തുറക്കുമ്പോൾ അത്യുന്നതന്റെ കരം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. ഒരു ദൈവ പൈതലിനെ ഇത് കാണാൻ കഴിയുള്ളൂ. നിങ്ങൾ ജെരമ്യാവ് 1:12 വായിക്കുമ്പോൾ, ഞാൻ പലപ്പോഴും പ്രസംഗിക്കുന്ന പറയുന്നൊരു വാക്യമാണ്. ജെരമ്യാവ് 1:17 ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവം ഭാവിയെക്കുറിച്ച് പറയുക മാത്രമല്ല, 2600 വർഷം മുമ്പ് ഈ പ്രവാചകനിലൂടെ ഈ പറയുന്ന യുദ്ധങ്ങളെ കുറിച്ച് പറയുക മാത്രമല്ല. യെരമ്യാവ് 1:12 എന്താ പറയുന്നത്? അവിടെ വായിക്കുന്നത്, ഞാൻ എൻ്റെ വചനം നിവർത്തിക്കാൻ ജാഗരിക്കുന്നു. അങ്ങനെയല്ലേ വായിക്കുന്നത്? യെസ്, 12-ാം വാക്യം, യെരമ്യാവ് 1:12. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം. എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗരിക്കുകയാണ്, വാച്ച് ചെയ്യുകയാണ്. ഈ പ്രവചനങ്ങൾ നിവർത്തിക്കാൻ റഷ്യയും ഇസ്രായേലിനെ ദൈവം നിയന്ത്രിച്ചു. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ദൈവത്തിന്റെ കരം നമ്മൾ നോക്കുക. ഒരു പുരോഗമനമില്ലാതെ കിടന്ന റഷ്യ അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ ഇന്ന് ഈ പ്രവചനം നിവർത്തിക്കത്തക്കവണ്ണം അത് കൃത്യമായി ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ഈറ്റിനോവ് ആരംഭിച്ചു 1-ാം ലോക യുദ്ധകാലത്ത്. കാലം മുന്നോട്ട് പോയി. ഇനി നമ്മൾ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഞാൻ എടുക്കാൻ പോവുകയാണ്. ഇവിടെ ദൈവം പറഞ്ഞു, ലോകം 2ആയി തിരിയുമെന്ന് പറഞ്ഞു. ബ്രദേഴ്സ്, എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ കേൾവിക്കാരോടും ഞാൻ പറയട്ടെ, ഇത് പ്രിയ ജോഷുവ ബ്രദർ റെക്കോർഡ് ചെയ്ത് അനേകർക്ക് കേൾക്കാൻ കൊടുക്കും. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഈ വിശുദ്ധ വേദപുസ്തകം 2600 വർഷം മുമ്പ് പറഞ്ഞു, ലോകം 2 ചേരിയിൽ വരും, 2 മഹാശക്തികളുടെ പുറകിൽ വരും. എവിടെയാ അത് പറഞ്ഞേക്കുന്നത്? നമുക്ക് എടുത്തു നോക്കാം. ഈ 38-ാം അധ്യായം നോക്കിക്കാട്ടെ. നാം ഇന്ന് വന്ന കാലയളവിൽ അത് കൃത്യമായി മാറിക്കഴിഞ്ഞു. ഈ 28-ാമത്തെ അധ്യായത്തിൽ ഇവിടെ ആദ്യം 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 7-ാം വാക്യം, ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുകയും നീ അവർക്ക് മേധാവിയായിരിക്കാം. ആരോടായി പറയുന്നത്? റഷ്യയോട് പറയുകയാണ്, യു ബി എ ലീഡർ ഫോർ ദം. നീ അവർക്ക് മേധാവിയായിക്കൊള്ളണം. ആർക്ക് മേധാവിയാകണം? അവിടെ പേര് പറഞ്ഞു. സിസ്റ്ററെ ഒന്ന് വായിച്ചേ അതിന്റെ 5-6 വാക്യം. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ മുന്നിൽ മുട്ടുകുത്തുവാൻ തക്കവണ്ണം ഈ പ്രവചനം 3600 വർഷം മുമ്പ് പറഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ ഇന്ന് ആശ്ചര്യമായി നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോലികയും ധരിച്ച പാഴ്സികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോഗർമ മൃഗവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളും നിന്നോടുകൂടെ പുറപ്പെടുവാറാകും. നീ അവർക്ക് മേധാവിയാകണം. ആർക്കാണ് മേധാവി റഷ്യയാകുന്നത്? ഇവിടെ പറഞ്ഞ രാജ്യങ്ങൾ. ഞാൻ ചോദിച്ചോട്ടെ, സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ ഈ 2600 വർഷം മുമ്പ് ഈ രാജ്യങ്ങളുടെ പേരെങ്ങനെ പറയാൻ കഴിയും? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് ഈ കൂട്ടുകെട്ട് റഷ്യയുടെ നേതൃത്വത്തിൽ ഈ രാജ്യങ്ങളായി കഴിഞ്ഞു. ആരാണ്? ഞാൻ ഓടിച്ചു പറയാം. ഇന്നലെ രാത്രി നമ്മൾ ശ്രദ്ധിച്ചു. ആദ്യം പറഞ്ഞ രാജ്യം ഏതാണ്? പാർസികൾ. ആരാണ് പാർസികള്?
ഇറാൻ, ആധുനിക ഇറാൻ. ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു, ഒരു രാത്രി മുഴുവൻ എടുത്തു നമ്മൾ ആ വാക്കിന്റെ പ്രവചനങ്ങൾ ശ്രദ്ധിക്കാൻ. റഷ്യയോടുകൂടെ മാർച്ച് ചെയ്തു വരുന്ന, റഷ്യ നേതൃത്വം കൊടുക്കുന്ന ആദ്യത്തെ അലയൻസിലെ ആദ്യത്തെ രാജ്യം ആരാണ്? പേർഷ്യൻസ്, ഇറാനികൾ. രണ്ടാമത് പറഞ്ഞത് ആരാണ്? നിങ്ങൾ ഓർക്കുക, രണ്ടാമത് പറഞ്ഞത് കൂശ്യര്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആരാണ് ഈ കൂശ്യര്? എത്യോപ്യ, സുഡാൻ, അതായത് ഈജിപ്തിന്റെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന രാജ്യങ്ങൾ. നിങ്ങളൊരു മാപ്പ് എടുത്ത് വെച്ച് നോക്കുക. ഞാൻ ധാരാളം മാപ്പുകളൊക്കെ ഉപയോഗിക്കും. ഞാൻ പഠിക്കുന്ന മേശയുടെ അടിയിൽ, കണ്ണാടിയുടെ അടിയിലും മാപ്പൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ദൈവത്തിന് ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന സത്യങ്ങളാണിത്. റഷ്യയുടെ നേതൃത്വത്തിൽ ആദ്യം വരുന്നത് പാർസികളാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു, 1941 തൊട്ട് 1979 വരെ മുഹമ്മദ് റസ ഷാ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അമേരിക്കയുടെ പക്ഷവും പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്ഷവും ഇസ്രായേലിന്റെ പക്ഷവുമായിരുന്നു ഇറാൻ. അന്ന് ഇറാന്റെ പേര് ഇമ്പീരിയൽ സ്റ്റേറ്റ് ഓഫ് ഇറാൻ എന്നാണ്. രാജഭരണമായിരുന്നു അവിടെ. എന്നാൽ 1979 ഷാ നാടുകടത്തപ്പെട്ടു. അവിടെ തീവ്രവാദികളായ ഇസ്ലാമിക് ഷിയ ഭരണകൂടം വന്നു, കൊമീനികളുടെ ഭരണം വന്നു. ആ രാജ്യത്തിന്റെ പേര് മാറ്റി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. അവരിന്ന് ആരുടെ പക്ഷമാണ്? അമേരിക്കയുടെ പക്ഷമാണോ? ഇസ്രയേലിന്റെ പക്ഷമാണോ? അവർ റഷ്യയുടെ പക്ഷമാണ്. റഷ്യയാണ് അവരെ സഹായിക്കുന്നത്. ഇസ്രയേൽ, നിങ്ങൾക്കറിയാം, സിറിയയിൽ പോയി അവിടെ റഷ്യയുടെ എയർപോർട്ട് ഉണ്ടായിരുന്ന ബോംബ് ചെയ്തു. എന്തിനാ ബോംബ് ചെയ്തത്? എയർപോർട്ട് തകർത്തത് റഷ്യൻ ആയുധങ്ങൾ കൊണ്ടിറക്കാതിരിക്കാനാണ്. ഒരു കാര്യം ഓർത്തേ, ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇനിയും നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മളൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇല്ല, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, 1979 ഈ പറഞ്ഞ കൂട്ടുകെട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ആ പ്രസവേദനയുടെ കലശലായ ദിവസം ഇറാൻ റഷ്യയുടെ പക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞു. രണ്ടാമത് പറഞ്ഞത് കൂശ്യര്, എത്യോപ്യ, അതായത് ഈജിപ്തിന്റെ നോർത്ത് ആഫ്രിക്കൻ രാജ്യമായ ഈജിപ്തിന്റെ തെക്ക് കിടക്കുന്ന രാജ്യമാണ് എത്യോപ്യയും സുഡാനും. നിങ്ങൾ അല്പം പുറകോട്ട് ചിന്തിക്കുക. എത്യോപ്യ ഭരിച്ചിരുന്ന ഹേലി സലാസി ചക്രവർത്തിയായിരുന്നു. ആ ചക്രവർത്തി കൊല്ലപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്തു. കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ വന്നു. സുഡാൻ രണ്ടായി ഭാഗിക്കപ്പെട്ടു. സുഡാന്റെ വടക്ക് ഭാഗം റിപ്പബ്ലിക് ഓഫ് സുഡാൻ എന്ന് അറിയപ്പെടുന്നത്. ആരാണ് അവിടെ ഭരിക്കുന്നത്? തീവ്രവാദ ഇസ്ലാമിക് ആളുകൾ. നിങ്ങൾക്കറിയാം, സദാം ഹുസൈൻ കുവൈറ്റ് ഇൻവേഡ് ചെയ്തപ്പോൾ, കയറി പിടിച്ചപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തൊരു രാജ്യമാണ് ഈ നോർത്തേൺ സുഡാൻ. വേണ്ട, ഒസാമ ബിൻ ലാദൻ അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചു താഴെ കളഞ്ഞ ബുദ്ധിശക്തി ഉസാമ ബിൻ ലാദന്റെയാണ്. ലാദനെ 1991 തൊട്ട് 1996 വരെ സൂക്ഷിച്ചത് നോർത്തേൺ സുഡാനിലാണ്. ഇവിടെ പറഞ്ഞ കൂശ്യരിലാണ്. നമുക്ക് മനസ്സിലായി, തീവ്രവാദ ഇസ്ലാമിക് രാജ്യമാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു, ആരാണ്? പൂത്യര്, ലിബിയ. നിങ്ങൾക്കറിയാം, ലിബിയ ഭരിച്ചിരുന്നത് ആരാ? കേണൽ ഗദാഫി. നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഗദാഫിയെ പിടിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തിലാണ്. ഇന്നവിടെ ആരാ ഭരിക്കുന്നത്? ISIS എന്ന് പറയുന്ന ഭീകര സംഘടനയാണ്. ISIS. ഈ ലിബിയ പൂത്യർ എന്ന് പറയുന്നതിനകത്ത് അൾജീരിയൻ നിങ്ങളൊരു മാപ്പ് എടുത്ത് വെച്ച് നോക്കിയാൽ ആഫ്രിക്കയുടെ മുകളിൽ കാണുന്ന അൾജീരിയൻ ട്യൂണീഷ്യയുമുണ്ട്. അവിടെ അറബ് സ്പ്രിംഗ് എന്ന് പറയുന്ന അവിടുത്തെ ഭരണകൂടത്തെ മറിച്ചിടുവാൻ വിപ്ലവങ്ങൾ നടന്നു. അൾജീരിയ, ട്യൂണീഷ്യ, ലിബിയ, ഈജിപ്തി പ്രദേശങ്ങളിൽ നടന്നു. തീവ്രവാദ ഇസ്ലാമിന് വേണ്ടി ആ രാജ്യങ്ങളൊക്കെ ആയിത്തീർന്നു. നാലാമത് പറഞ്ഞു ഗോമർ. ആരാണ് ഈ ഗോമർ?
വളരെ തർക്കമുള്ള ഒരു ഭാഗമാണ് ഗോമർ. മേശക്ക് തൂമേല് ഗോമർ. ഈ ഗോമർ എന്ന് പറയുന്നതാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന ഗലാത്യർ എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗം എവിടെയാണെന്നറിയാമോ? ടർക്കിയുടെ മധ്യഭാഗമാണ്. തുർക്കിയിൽ നിന്ന് ഭരിക്കുന്നത് ആരാ? നിങ്ങൾ തുർക്കിയുടെ ചരിത്രം നോക്കിയാൽ ടർക്കി ഇസ്രയേലിനോട് അടുത്ത് നിന്നൊരു രാജ്യമാണ്. എന്നാൽ അവിടുത്തെ ഇലക്ഷനിൽ AKP പാർട്ടി എന്ന് പറഞ്ഞാൽ തീവ്രവാദ ഇസ്ലാമിക് പാർട്ടി അവിടെ ഭരണമേറ്റെടുത്തു. എന്റെ ദൈവമേ, ഇതെന്തൊരത്ഭുതമാണ്! 2600 വർഷം മുമ്പ് സർവജ്ഞാനിയായ ദൈവം പറയുകയാണ്, ഈ രാജ്യങ്ങൾ നീ അവർക്ക് മേധാവിയാകണം. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യങ്ങൾക്ക് ഇന്ന് റഷ്യ മേധാവിയാണ്. അവിടെ കൊണ്ട് തീർന്നില്ല, വീണ്ടും എടുത്തു പറഞ്ഞു, വടക്കേറ്റത്തുള്ള തോഗർമ ഗൃഹമെന്ന് പറയുമ്പോൾ ഒരു കൂട്ടം രാജ്യങ്ങളെ ഉദ്ദേശിച്ചാ പറയുന്നത്. ഹൗസ് ഓഫ് ടോഗർമ. ടോഗർമ എന്ന വാക്കിന്റെ അർത്ഥം ടർക്കിഷ് ബ്ലഡുള്ള, തുർക്കികളുടെ ചോരയുള്ള ഒരു കൂട്ടം രാജ്യങ്ങൾ. ഞാൻ ചുരുക്കി പറയട്ടെ, 1991 ഈ രാജ്യങ്ങൾ പുറത്തു വന്നു. USSR തകരുന്നു, റഷ്യ തകരുന്നു. റഷ്യയിൽ നിന്ന് അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ടർക്കമിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ചെച്ചൻസ് എന്ന രാജ്യങ്ങൾ പുറത്തു വന്നു. ഏതാണ്ട് 50-60 ദശലക്ഷം മുസ്ലിങ്ങളുള്ള സ്ഥലം, മുസ്ലിം രാജ്യങ്ങളാണ്. പുതിയ രാജ്യങ്ങൾ പുറത്തു വന്നു. ഒരു കാര്യം പ്രത്യേകം ഓർത്തേ, അവരെവിടെയാണ്? ഇസ്രയേലിനുള്ള ബന്ധത്തിൽ വടക്കേറ്റത്താണ്. റഷ്യയുടെ താഴെയുള്ള സ്ഥലങ്ങളാണ്, റഷ്യയുടെ ഏറ്റവും താഴെയുള്ള സ്ഥലങ്ങളാണ് ഈ വായിച്ച ഈ കസാക്കിസ്ഥാനും ഉസ്ബാക്കിസ്ഥാനും തജാക്കിസ്ഥാനും ഒക്കെ. അവിടെ ദൈവം പറഞ്ഞ വാക്ക് നോക്കി, വടക്കേറ്റത്തുള്ള തോഗർമ ഗൃഹം. നമ്മുടെ ദൈവം ആരാണ്? യവനെ പോലെ ജ്ഞാനിയായ ആരാണുള്ളത്? ആർക്ക് വെളിപ്പെടുത്താൻ കഴിയും ഇത്? നിങ്ങൾ ഓർക്കണം, ഇത് 2600 വർഷം മുമ്പ് വെളിപ്പെടുത്തി. തീർന്നില്ല. റഷ്യയോട് പറഞ്ഞു, നീ അവർക്ക് മേധാവിയായിക്കൊള്ളണം. ഈ യുദ്ധം നയിക്കുമ്പോൾ നിന്റെ കൂടെ ഈ രാജ്യങ്ങൾ വരും, നീ അവർക്ക് ലീഡറാകണം. വാസ്തവത്തിൽ ഇന്ന് റഷ്യയുടെ ചേരിൽ ഈ പറഞ്ഞ രാജ്യങ്ങളായി മാറി. അവർ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ മറുഭാഗം ആരാണ്? നിങ്ങളൊന്ന് വായിച്ചാട്ടെ, 13-ാം വാക്യം. സിസ്റ്ററെ വായിച്ചാട്ടെ, 13-ാമത്തെ വാക്യം. ശെബയും ദെദാനും തർശീശ് വാർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ടു പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. നോക്കുക, റഷ്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളെ പറഞ്ഞപ്പോൾ മറുഭാഗത്ത് വേറെ ഒരു കൂട്ടം രാജ്യങ്ങൾ. ആ രാജ്യങ്ങൾ എതിർക്കുകയാണ്. നീ കൊള്ളയിടുവാനാണോ വന്നത്? അപഹരിക്കാനാണോ വന്നത്? ആരായി ചോദിക്കുന്നത്? ഇവിടെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടത്. ആരാണിത്? ആദ്യം പറഞ്ഞു ശെബയും ദെദാനും. നമുക്ക് നോക്കാം, ഒരു പഠനം നടത്താം. ആരാണ് ഈ ശെബയും ദെദാനും? ഉൽപ്പത്തി പുസ്തകം എടുത്താട്ടെ, നമുക്ക് ബൈബിള് ആധാരമായിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ഞാൻ പലപ്പോഴും ഓർക്കും, ഒരു കാര്യവും ഒരു വാക്യവും വെറുതെ വരത്തില്ല. നമ്മളൊക്കെ ഓർക്കും, എന്തിനായി പേരുമൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതിനകത്തെല്ലാം ദൈവത്തിന് എന്തോ നമ്മളെ പഠിപ്പിക്കാനുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് ശേബയും ദെദാനും ആരാണെന്ന. അബ്രഹാമിൻ്റെ ഭാര്യ സാറ മരിച്ചു. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവരുടെ പേരാണ് കെത്തൂറ. 25-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾക്ക് കെതൂറ എന്ന് പേർ. അവൾ സിമ്രാൻ, യോക്ശാൻ, മെദാൻ, മിദ്യാൻ, ഇഷ്ബ, ശൂവക് എന്നിവരെ പ്രസവിച്ചു. നോക്കുക, അബ്രഹാം കെത്തൂറയിൽ 6 മക്കൾക്ക് ജന്മം കൊടുത്തു, 6 പുത്രന്മാർ. രണ്ടാമത്തെ മകന്റെ പേരാണ് യൊക്സാൻ എന്നാ മലയാളത്തിൽ. യൊക്സാൻ 3-ാം വാക്യം നോക്കാട്ടെ.
3. യൊക്ശാൻ ശെബയെയും ദദാനെയും ജനിപ്പിച്ചു. കണ്ടോ, ആരെയാ ജനിപ്പിച്ചത്? ശെബയെയും. യൊക്താൻ. അതായത് അബ്രഹാമിന്റെ കെത്തൂറയിലുണ്ടായ ആൺമക്കളിൽ രണ്ടാമത്തെ മകനാണ് യൊക്ശാൻ. യൊക്ശാന് ജനിച്ച മക്കളാണ് ശെബയും ദദാൻ. ഇനി നമുക്ക് നോക്കാം ഇവരെവിടാ പോയി പാർത്തേക്കുന്നത്. നോക്കിയേ, അതിൻ്റെ 5, 6 വാക്യമായി എല്ലാവരും ഒന്ന് നോക്കണേ. ഈ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യെസ്. എന്നാൽ അബ്രഹാമും തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. എന്റെ സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകത്തിന്റെ പുറകിൽ മാപ്പുണ്ട്. നിങ്ങളുടെ കയ്യിൽ വേറെ ഒരു മാപ്പ് ഇല്ലെങ്കിൽ ആ മാപ്പ് ഒന്ന് എടുക്കണം. അബ്രഹാം തനിക്കുള്ളതൊക്കെ ഇസാക്കിന് കൊടുത്തു. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ ഉള്ളതൊക്കെ ആർക്ക് കൊടുത്തു? ഇസാക്കിന് കൊടുത്തു. അബ്രഹാമിന് വേറെ മക്കളുണ്ട്. ഇവിടെ വായിക്കുന്നു വെപ്പാട്ടികളുടെ മക്കൾ, ബഹുവചനമാണ്. ഹാഗറിൽ ഇസ്മായേലുണ്ട്. കെത്തൂറയിൽ 6 മക്കളുണ്ട്. അവരുടെ മക്കളുണ്ട്. ഇവർക്ക് അബ്രഹാം എവിടെ സ്ഥലം കൊടുത്തത്? ഇവിടെ വായിക്കുന്നു, ദാനങ്ങളെ കൊടുത്തിട്ട് താൻ ജീവനോടിരിക്കുമ്പോൾ അവരെ കിഴക്കേ ദേശത്തിലേക്ക് അയച്ചു. നിങ്ങളൊരു മാപ്പ് എടുത്ത് നോക്കി, ഇസ്രയേലിന്റെ കിഴക്ക് കിടക്കുന്ന സ്ഥലം ഏതാ? അറേബ്യൻ മരുഭൂമിയാണ്. ഇസ്രയേലിന്റെ കിഴക്ക് കിടക്കുന്ന സ്ഥലം അറേബ്യൻ മരുഭൂമിയാണ്. ഈ അറേബ്യൻ മരുഭൂമിയുടെ പ്രദേശത്തോട്ട് അവരെ അയച്ചു. എന്തിനാ അയച്ചെന്നൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. എന്തിനാ അയച്ചെന്ന് പറയാൻ എനിക്ക് കഴിയും. അവരുടെ കസിൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. അബ്രഹാം ഇസാക്കിന് തൻ്റെ ആ രാജ്യത്തിൻ്റെ ഇസ്രയേലിൻ്റെ ഭാഗം മുഴുവൻ കൊടുത്തിട്ട് വെപ്പാറ്റികളുടെ മക്കൾക്ക്, ഹാഗറിൻ്റെ മകനായ ഇസ്മായിലിന്റെ മക്കൾക്കും കെത്തൂറയിലുണ്ടായ മക്കളും അവരുടെ കൊച്ചുമക്കളെയും കിഴക്കേ ദിക്കിലേക്ക് അയച്ചു. ഇസ്രയേലിന്റെ മാപ്പെടുത്ത് നോക്കുക, അതിന്റെ കിഴക്ക് കിടക്കുന്നു അറേബ്യൻ പെനിസുല അല്ലെങ്കിൽ അറേബ്യൻ മരുഭൂമി. അവിടെ ആരാ പാർക്കുന്നത്? ഇന്നത്തെ സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, കുവൈറ്റ്, ഒമാന്, യമന് മുതലായ രാജ്യങ്ങൾ. അവരവിടെയാണോ പാർക്കുന്നത്? അതെ, അവര് മിതവാദികളായ ഇസ്ലാമിക് രാജ്യങ്ങളാണ്. മിതവാദികളായ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ ആരോടാണ് കൂടുന്നത്? ഈ രാജ്യങ്ങളെ കുറിച്ച് വായിക്കുന്നു. നമ്മൾ ഓർക്കണം, ഈ അറേബ്യൻ രാജ്യങ്ങള് അവരും അവരോടുകൂടെ തർശീശ് വർത്തകന്മാരും ബാലസിംഹകളും. തർശീശ് വർത്തകന്മാർ ഇംഗ്ലീഷിൽ വായിച്ചാൽ മെർച്ചൻസ് ഓഫ് തർശീഷ് എന്നാണ്. തർശീശിന്റെ വ്യാപാരികൾ. നമുക്ക് ഒരു ചെറിയ പഠനം നടത്തണം. തർശീശ്, ശേം, ഹാം, യാഫത്ത്, നോഹയുടെ 3 മക്കളാണ്. യാഫത്തിന്റെ മകനാണ് യാവൽ. യാവലിന്റെ മകനാണ് തർശീശ്. ഉൽപ്പത്തി 10:5 ഉൽപ്പത്തി 10:5 അവിടെ തർശീശ് എന്ന് പറയുന്നത് ആ 5-ാം വാക്യത്തില്. സിസ്റ്ററെ ഒന്ന് നോക്കിയേ, ഉൽപ്പത്തി 10:5 ഒന്ന് വായിച്ചേ. വായിച്ചു. ഉൽപ്പത്തി 10:5. ജാതികളുടെ ദ്വീപുകൾ ഉണ്ടായി. നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷ് ഐലൻഡ്സ് എന്നാണ് പറയുന്നത്. സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഇംഗ്ലണ്ട്, ഇത് 3 ഐലൻഡുകളാണ്, ദ്വീപുകളാണ്. ഇവരാൽ ജാതികളുടെ ഐലൻഡ്സ് ഉണ്ടായി, ദ്വീപുകളുണ്ടായി. ഈ ദ്വീപുകളാണെങ്കിൽ അതിന് കപ്പൽ വേണം. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഏതാണ്ട് 10 പ്രാവശ്യം തർശീശ് കപ്പലുകളെ കുറിച്ച് പറയുന്നു. ഞാൻ ഒരു വാക്യം ഒന്ന് വായിപ്പിക്കാം. സിസ്റ്ററെ, എസെക്കിയേൽ 27:12 നോക്കുകയും ഈ തർശീശ് കപ്പലുകൾ എന്താ വ്യാപാരം ചെയ്തതെന്ന് നോക്കാം. അപ്പൊ പിടികിട്ടും ഇവരാരാണ്. എസെക്കിയേൽ പ്രവചനം 27:12. സോരെന്ന് പറയുന്ന ആ പട്ടണം തുറമുഖ പട്ടണത്തിൽ വ്യാപാരം ചെയ്യുന്നു. 27:12 വാക്യം. സകലവിധ സമ്പത്തിന്റെയും പെരുപ്പ നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു.
വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരീയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു. തർശീശ് വ്യാപാരം ചെയ്യുന്നു. തർശീശ് കപ്പലുള്ളവരാണ്, തർശീശ് ദ്വീപുകാരാണ്. അവർ വ്യാപാരം ചെയ്തത് പൊന്ന്, വെള്ളി, ഇരുമ്പ്, കാരീയം ഇങ്ങനെയുള്ള വസ്തുക്കളാണ്. ബ്രിട്ടൻ എന്ന പേരിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ടിൻ മർച്ചൻസ് എന്നാണ്. ബാരിറ്റാനിയ, ബ്രിട്ടൻ എന്ന വാക്കിന്റെ അർത്ഥം ടിൻ മർച്ചൻസ് എന്ന് പറഞ്ഞാൽ ഈയ കച്ചവടക്കാർ. അവർ കപ്പലുകളിൽ നടന്ന് കച്ചവടം ചെയ്യുന്നത് ഈയമാണ്, ഇരുമ്പാണ്, കായികമാണ്. ഈ വചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ രാജ്യങ്ങൾ ആരാ? ശേബയും ദാഥാനും ആരുടെ കൂടെയാണ്? തർശീശ് വർത്തകന്മാരുടെ കൂടെയാണ്, ഈ മെർച്ചൻസ് ഓഫ് തർശീശ്. മാത്രമല്ല അതിൻ്റെ ബാലസിംഹങ്ങളും. എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ആരാ? അമേരിക്കക്കാരാരാ? അവിടെ ആരാ പാർത്തിരുന്നേ? റെഡ് ഇന്ത്യൻസാ പാർത്തത്. ഈ തലയിലൊക്കെ തൂല് വെച്ച റെഡ് ഇന്ത്യൻസ്. ഇന്ന് റെഡ് ഇന്ത്യ അമേരിക്ക പോയ പലരും ഇവിടെ ഉണ്ട്. റെഡ് ഇന്ത്യൻസിനെ കാണണമെങ്കിൽ അതിൽ ഞാൻ അമേരിക്ക പലപ്പം പോയി, ഒരു റെഡ് ഇന്ത്യനെയും ഞാൻ കണ്ടില്ല. ഇനി വല്ലവരും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പം അവിടെ മുഴുവൻ സായിപ്പന്മാരാ. ഇവരെവിടെ നിന്ന് വന്നതാ? ഈ സായിപ്പന്മാർ എവിടെ നിന്ന് വന്നതാ? ബ്രിട്ടനിൽ നിന്ന് കുടിയേറിയതാ. 17-ാം നൂറ്റാണ്ടിൽ അവിടെ നിന്ന് 37 ദശലക്ഷം ആളുകൾ കുടിയേറി. അങ്ങനെയാണ് അമേരിക്ക ഈ സായിപ്പന്മാരുടെ കോളനിയായത്. ഓസ്ട്രേലിയ, അവിടെ ആരാ ഉണ്ടായിരുന്നത്? ഇതുപോലെ അബോർജിനസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ പാർത്തു. അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മകൾ ഓസ്ട്രേലിയയിലുണ്ട്, ഞാനിങ്ങനെ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്. അബോർജിനീസ്, പക്ഷെ അവരല്ല അവിടെ ഭരിക്കുന്നത്, അവിടെ ഈ സായിപ്പന്മാരാണ്. ഈ സായിപ്പന്മാര് 1788 11 കപ്പലിൽ നാടുകടത്തിയതാണ് അവരെ. ഇന്ന് സായിപ്പിന്റെ കയ്യിലാണ് അവിടെ. ഓസ്ട്രേലിയയിലെ ബ്രിട്ടീഷുകാരാണ്, അമേരിക്കയിൽ ബ്രിട്ടീഷുകാരാണ്, കാനഡയിൽ ബ്രിട്ടീഷുകാരാണ്, ന്യൂസിലൻഡിൽ ബ്രിട്ടീഷുകാരാണ്. ഇവരാരാണ്? ഈ തർശീശ് വർത്തകന്മാരുടെ ബാലസിംഹങ്ങളാണ്. അവരുടെ പാകത്തിൽ നിന്നുണ്ടായിട്ടുള്ള ബാലസിംഹങ്ങളാണ്. ഈ രാജ്യങ്ങളോട് പറ്റി നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ മധ്യപൂർവ്വ ദേശത്തിലെ സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, UAE, കുവൈറ്റ്, ഈ രാജ്യങ്ങൾ. ഈ രാജ്യത്ത് ആരാ എണ്ണക്കിണർ കണ്ടുപിടിച്ച്? ഇവരാണ്. ഈ അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരുമാണ്. ഈ എണ്ണപ്പാടങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ആരാ? ഈ ബ്രിട്ടീഷുകാരും ഈ അമേരിക്കക്കാരുമാണ്. സദാം ഹുസൈൻ കുവൈറ്റിൽ കയറിയപ്പോൾ അവിടുത്തെ എണ്ണക്കിണറിലൊക്കെ തീ വെച്ചപ്പോൾ ആ തീ കെടുത്തിയതും ഈ സദാം ഹുസൈനെ അവിടെ നിന്ന് ഓടിച്ചതും ആരാ? ഈ ബ്രിട്ടീഷ് പട്ടാളവും അമേരിക്കൻ പട്ടാളവുമാണ്. ഈ രാജ്യങ്ങൾ ബ്രിട്ടനോടും അമേരിക്കയോടും ചേർന്ന് നിൽക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, രണ്ട് പക്ഷം. ഒന്ന് റഷ്യയുടെ നേതൃത്വത്തിലുള്ള, എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ, എൻ്റെ ദൈവമേ, നിന്റെ ജ്ഞാനത്തിന്റെ വലിപ്പം ഞങ്ങൾ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, റഷ്യയുടെ കൂടെ വരുന്നത് തീവ്രവാദത്തിന് കൊടുത്ത ഇസ്ലാമിക് രാജ്യങ്ങൾ. അവിടെ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും തീവ്രവാദം. മറുഭാഗത്ത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൂടെ വരുന്നത് മിതവാദികളായ ഈ ഇസ്ലാമിക് രാജ്യങ്ങൾ. ഇനി ഒന്നുകൂടെ ഞാൻ പറയട്ടെ, 2020 നിങ്ങൾ പത്രത്തിൽ വായിച്ചു, വാർത്തയിൽ വായിച്ചു വലിയൊരു സംഭവം. അബ്രഹാം അക്കോർഡ്, അബ്രഹാമിന്റെ ഉടമ്പടി UAE ഗവൺമെന്റും ഇസ്രായേൽ രാജ്യവുമായിട്ട് ഒപ്പുവെച്ചു. നയതന്ത്ര ബന്ധമില്ലായിരുന്നു. 1948 13 മാസം യുദ്ധം ചെയ്തപ്പോൾ, ഇസ്രായേലും അറബികളും യുദ്ധം ചെയ്തപ്പോൾ, ഈ അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തു. 52 യുദ്ധം, 67 യുദ്ധം, 73 യുദ്ധം, 82 യുദ്ധം. ആ യുദ്ധങ്ങളിലെല്ലാം അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായി നിന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ സൗദി അറേബ്യയും ബഹ്റിനും ഖത്തറും ഒക്കെ എന്നാ മിണ്ടാതിരിക്കുന്നത്? എന്താ മിണ്ടാതിരിക്കുന്നത്? മാത്രമല്ല, സൗദിയിൽ ഇപ്പോൾ ഭരിക്കുന്ന രാജാവ് ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറഞ്ഞ പത്രക്കട്ടിങ് എൻ്റെ കയ്യിലുണ്ട്. ഇസ്രായേലിനും ഒരു രാജ്യമായിരിക്കാൻ അവകാശമുണ്ട്. ഒരു അറബി ഭരണകർത്താവ് ഒരിക്കലും പറയുന്ന വാക്കല്ല. 2020 UAE ഗവൺമെന്റും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം ഒപ്പുവെച്ചു. അടുത്ത വർഷം 5000 യഹൂദന് വിസ കൊടുത്തു, പെർമനന്റ് വിസ UAE.
വിസിറ്റിംഗ് വിസ ധാരാളം കൊടുക്കുന്നു. UAE ഗവൺമെന്റ് അവിടെ പോയി കൃഷി പഠിക്കുന്നു. അവരിവിടെ വന്ന് അവരെ പഠിപ്പിക്കുന്നു. ഈ രാജ്യങ്ങൾ തമ്മിൽ അടുത്തു കഴിഞ്ഞു. എന്തിനു വേണ്ടി? ഈ പ്രവചനം നിവർത്തിക്കാൻ. വാട്ട് എ വണ്ടർ ഇറ്റ് ഈസ്! ഇതെന്തൊരു അത്ഭുതമാണ്! ഞാനും നിങ്ങളും ജീവിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ കൺമുമ്പിൽ എന്നെ പ്രിയപ്പെട്ടവരെ, പൗലോസ് പറഞ്ഞ പോലെ വരച്ച് നമ്മുടെ മുന്നിൽ തരികയാണ് ദൈവം. നമുക്കിത് കാണാന്, നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ആ ഈറ്റുനോവ് ആരംഭിച്ച് നമ്മൾ ഓർത്തതുപോലെ കലുഷമായ ആ നാളിലേക്ക് പോയി കഴിഞ്ഞു. ഇനിയും ഈ കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ, യേശുക്രിസ്തു വരണമെങ്കിൽ ഒരു കാര്യം നടന്നാൽ മതി, ഉൽപ്രാവണം നടക്കണം. നമ്മളിവിടെ ഉള്ളിടത്തോളം കാലം, കഴിഞ്ഞ 2 ദിവസം നമ്മളത് പഠിച്ചു, നമ്മളിവിടെ ഉള്ളിടത്തോളം കാലം അത് നടക്കത്തില്ല. ഈ യുദ്ധം നമ്മളിവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ മധ്യഭാഗത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത്. അനേകർ എന്നെ വിളിച്ചു ചോദിച്ചു. പ്രവചനം പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ഫോൺ കോൾ വരും. ആരൊക്കെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷേ വിളിക്കും, ഞാൻ കഴിയുന്നതും മറുപടി കൊടുക്കും. അവർ ചോദിക്കും, ബ്രദറെ ഇതാണോ ഈ പറയുന്ന യുദ്ധം? ഇപ്പോൾ അവസാനം നടക്കുമോ? ഞാൻ പറയും, ഇല്ല, പേടിക്കണ്ട. എന്താ ഞാൻ അങ്ങനെ പറയുന്നതെന്ന് പറയാം. ഈ യുദ്ധം എപ്പോൾ നടക്കുമെന്ന് ഇവിടെ നോക്കിയാൽ അറിയാം. സൗരി എസെക്കിയേൽ 38 എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഈ യുദ്ധം റഷ്യ ആക്രമിക്കുന്നത് എപ്പോഴാണെന്ന് കാണിക്കാം. അതിൻ്റെ 38-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അവസാനം. എന്നാൽ അവർ ജാതിയുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടിയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. എപ്പോഴാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്? ഇവിടെ വായിക്കുന്നുണ്ട്, എല്ലാവരും നിർഭയമായി വസിക്കുമ്പോൾ. ഒരു വാക്യം കൂടെ, അതിന്റെ 14-ാം വാക്യം കൂടെ നോക്കിയാട്ടെ. ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറിയ മഹാസമൂഹം, മഹാസൈന്യമായി അതെ ദേശത്തെ മറക്കേണ്ടതിന് വരും. എപ്പോഴാ വരുന്നത്? എന്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കും. 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ സ്വതന്ത്ര രാജ്യമായി. അടുത്ത ദിവസം ചുറ്റും കിടക്കുന്ന അറബി രാജ്യങ്ങൾ, അവരുടെ നേതാക്കന്മാർ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആയുധങ്ങൾ എടുക്കുക, ഇസ്രായേലിനെ തുടച്ചു കളഞ്ഞിട്ട് അവരെ ഇല്ലായ്മ ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞു. അന്ന് ആയുധമെടുത്ത് അവരുടെ എതിരെ യുദ്ധത്തിന് വന്നു. 13 മാസമായി യുദ്ധം നീണ്ടു നിന്നു. അവരിൽ ഏറിയ പങ്കും ഇന്നും വീട്ടിൽ മടങ്ങിപ്പോയിട്ടില്ല. അതിൻ്റെ ശേഷം ഇസ്രായേൽ എന്നും യുദ്ധത്തിലാണ്. ഇസ്രായേൽ എന്നും യുദ്ധത്തിലാണ്. ലോകത്തിൽ ഇതുപോലെ ആർമി അലേർട്ടായ ഒരു രാജ്യമില്ല. അവര് 24 മണിക്കൂറും അവരുടെ സൈന്യങ്ങൾ അലേർട്ടാണ്. മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ എല്ലാ പൗരന്മാരും ആർമി ട്രെയിൻഡാണ്, അവരുടെ സ്ത്രീകളും പുരുഷന്മാരും. ഇപ്പോൾ ഇറാനിൽ പോയി 125 യുദ്ധവിമാനങ്ങൾ യുദ്ധം ചെയ്തപ്പോൾ ഇറാനെ ഏറ്റവും ചൊടിപ്പിച്ചത് എന്താണെന്നറിയാമോ? അവിടുത്തെ പൈലറ്റുമാർ, ഇസ്രായേലിൻ്റെ പൈലറ്റുമാർ ചിലരൊക്കെ പെണ്ണുങ്ങളായിരുന്നു. ഇസ്രായേൽ സ്ത്രീകളാണ് വിമാനം ഓടിച്ചത്. അവിടെ എല്ലാ സ്ത്രീകളും ആർമി സേവനം ചെയ്യണം, കമ്പൽസറിയാണ്. അവിടെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സ്ത്രീകൾ അവിടെ തോക്ക് ചാരി വെച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ അവർ പാചകം ചെയ്യുമ്പോൾ എന്താണ്? അവരുടെ ചുറ്റും ശത്രുക്കൾ, അവരുടെ രാജ്യത്തിൻ്റെ അകത്ത് ശത്രുക്കൾ. എപ്പോൾ വേണേലും അവർക്ക് ശത്രുവിനെ നേരിടാം. അതുകൊണ്ട് അവരെന്നും അലേർട്ടാണ്. അവരുടെ ആയുധം അവർ താത്തു വെച്ചിട്ടില്ല. ആ രാജ്യം പിറന്നു വീണ ശേഷം ഒരിക്കൽ പോലും ആയുധം താത്തു വെച്ചിട്ടില്ല. എന്നാൽ ദൈവം ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചു. എൻ്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസം എപ്പോഴാണ്? എതിർ ക്രിസ്തു
ഇസ്രയേലിന് ഒരു ഉടമ്പടി ചെയ്യും. ദാനിയേൽ 9:1 എടുത്തേ. ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായം. അവിടെ ഇന്ന് രാവിലെ നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചതാണ്. 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം എതിർ ക്രിസ്തു ചെയ്യുന്ന കാര്യമാണ്. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാവും ഭോജനയാവും നിർത്തലാക്കി. ഒരാഴ്ചവട്ടം 7 വർഷം എതിർ ക്രിസ്തു വരും. എതിർ ക്രിസ്തു വരുന്നത് നമ്മൾ രാവിലെ കണ്ടു. പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതലത്തിൽ നിന്നാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ യൂറോപ്പിന്റെ പ്രദേശത്ത് നിന്ന് ഒരു ഭരണകർത്താവ് വരും. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തനായ ഒരു ഭരണകർത്താവായിരിക്കും. അവൻ ഒരു ആഴ്ചവട്ടം 7 വർഷത്തേക്ക്, ഇംഗ്ലീഷിൽ വായിച്ചാൽ he will make a strong covenant with many for 1 week. ഒരാഴ്ചവട്ടം 7 വർഷത്തേക്ക് വളരെ കഠിനമേറിയ ഉടമ്പടി അവൻ ഉണ്ടാക്കും. ആ ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഇസ്രയേലിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. നാളെ രാവിലെ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ വന്നാൽ മതി. രാവിലത്തെ ബൈബിൾ സ്റ്റഡിയിൽ ഈ 7 വർഷത്തിൻ്റെ ഉള്ളിൽ ആദ്യത്തെ 3.5 വർഷം യഹൂദൻ ദേവാലയം പണിയുന്നത് ഞാൻ എടുക്കും. നാളെ രാവിലത്തെ ബൈബിൾ സ്റ്റഡി അതാണ്. ആദ്യത്തെ 3.5 വർഷം യഹൂദൻ ദേവാലയം പണിയുന്നത് എടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ വരിക. ഞാനത് നേരിട്ട് കണ്ടതാണ്. അവിടുത്തെ ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ യാത്ര ചെയ്ത് ഞാൻ നേരിട്ട് കണ്ടും വചനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. നാളെ രാവിലെ നമ്മളത് പഠിക്കും. എന്നാൽ ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേൽ വിൽ ബി ഫോഴ്സ് ടു സൈൻ എ ട്രീറ്റി. ഇസ്രയേലിനെ നിർബന്ധിക്കും ഒപ്പിടിക്കാൻ. അവർ നിർബന്ധിതരായി ഒപ്പിടേണ്ടി വരും. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ലോകത്തിൽ ഇസ്രയേലിനെ ഒരു ഉടമ്പടിയിൽ കൊണ്ടുവരാൻ, ഒരു സമാധാനത്തിൽ കൊണ്ടുവരുവാൻ ലോകം ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹിക്കും. കാരണം ഇത്ര വലിയ ന്യൂക്ലിയർ പവറായ ഇസ്രയേൽ രാജ്യം ചുറ്റുമുള്ളവരെ നിഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കണം. അങ്ങനെ ഇസ്രയേൽ രാജ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ അവരുടെ ആയുധങ്ങൾ അവർ താഴെ വെക്കും. ആയുധങ്ങൾ താഴെ വെക്കുമ്പോഴാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ രാജ്യം സ്വസ്ഥമായി പാർക്കുമ്പോൾ, നിർഭയമായി വസിക്കും. ഇസ്രയേൽ നിർഭയമായി വസിക്കുമ്പോൾ നമുക്ക് കണ്ടു. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ ഈ അന്തിക്രിസ്തു ഉടമ്പടി ലംഘിക്കും. 3.5 വർഷം കഴിയുമ്പോൾ ലംഘിക്കും. ആ സമയത്താണ് റഷ്യയും തീവ്രവാദികളായ ഇസ്ലാമിക് രാജ്യങ്ങളും ഇസ്രയേലിനെ കയറി ആക്രമിക്കുന്നത്. പിന്നീട് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ആ അവസാനത്തെ 3.5 വർഷം ഇസ്രയേൽ യുദ്ധമല്ലാതെ ഒന്നും കാണില്ല. യുദ്ധം മാത്രമേ കാണുകയുള്ളൂ. ആ യുദ്ധത്തിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് റഷ്യയെ ദൈവം തന്നെ നേരിട്ട് തകർത്ത് കളയും. ഇവിടെ നോക്കിയാട്ടെ, റഷ്യ തകർന്ന് തരിപ്പണമായി പോകും. ഇവിടെ 38-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ അവസാന ഭാഗത്തിൽ വരുമ്പോൾ ഇവരെ ഇസ്രയേൽ പർവ്വതങ്ങളിൽ കയറുമ്പോൾ 18 തൊട്ടുള്ള വാക്യം സിസ്റ്റർ വായിക്കും. എല്ലാവരും ഒന്ന് കേട്ടോണം. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ഉച്ചരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തെഴിയുന്ന ഇഴജാതിയൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. മലകൾ ഇടിഞ്ഞു പോകും, കടുത്തൂക്കങ്ങൾ വീണുപോകും, എല്ലാം അതിലും നിലംപരിച്ചാകും. ഞാൻ എന്റെ സകല പർവ്വതങ്ങളോടും അവന്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓരോരുത്തരുടെ വാൾ അവനവന്റെ സഹോദരന് വിരോധമായിരിക്കും. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോട് കൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. എന്റെ സഹോദരന്മാരെ, ആ വാക്ക് കണ്ടോ? ഇസ്രായേൽ പർവ്വതങ്ങളിൽ റഷ്യയും ഈ തീവ്രവാദ രാജ്യങ്ങളും വരുമ്പോൾ ലോകം കണ്ടൽ വെച്ച് ഏറ്റവും വലിയൊരു ഭൂകമ്പം ഉണ്ടാകും. സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും വിറയ്ക്കത്തക്കവണ്ണമുള്ള ഭൂകമ്പം.
ആ ഭൂകമ്പം ഉണ്ടായി കഴിയുമ്പോൾ ഈ പടയാളികൾ കൺഫ്യൂഷനായി അന്യോന്യം വെടിവെക്കും. ഇവിടെ വായിക്കുന്നതാണ്, അവർ അന്യോന്യം വെടിവെക്കും. അന്യോന്യം വെടിവെക്കുക മാത്രമല്ല, അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വേറെ ഒരു ആയുധം ദൈവം ഉപയോഗിക്കും. സ്വർഗത്തിൽ നിന്ന് കല്ല് പൊഴിക്കും. 22-ാം വാക്യം, ഏത് ബോംബ്, ഏത് മിസൈല് കൊണ്ടിത് തടസ്സപ്പെടുത്താം? ഇവിടെ വായിക്കുന്നു, ഞാൻ അവൻ്റെ മേലും അവൻ്റെ പടക്കൂട്ടങ്ങളുടെ മേലും പല ജാതികളുടെ മേലും വലിയ ആലിപ്പഴവും തീയും ഗന്ധവും വർഷിപ്പിക്കും. സിസ്റ്ററെ, ഒരു വാക്യം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്താട്ടെ. ദൈവം അങ്ങനെ ഒരു കല്ലിൻ്റെ ശേഖരം സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഈ ദിവസത്തിന് വേണ്ടിയാണ്. ഇയ്യോബ് 38-ന്റെ 22-23 വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം. യെസ്. നിനക്ക് അവയെ അവയുടെ അതിരോളം കൊണ്ടുപോകാമോ? അവയുടെ വീട്ടിലേക്കുള്ള പാത അറിയാമോ? നീ അന്നേ ജനിച്ചിരുന്നുവല്ലോ, നിനക്ക് ആയുസ് ഒട്ടും കുറവല്ലല്ലോ. നീ അത് അറിയാതിരിക്കുമോ? നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കൺമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. ദൈവം ചോദിക്കുകയാണ്, നീ കൽമഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? ഞാനത് കഷ്ടകാലത്തിലും പോരും പൊരുമയുള്ള നാളിലേക്ക് സൂക്ഷിച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നു, താലന്തോളം വലിപ്പമുള്ള കല്ലുകൾ വീഴും. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 100 റാത്തലാണ്. നമ്മളൊന്ന് ആലോചിച്ച്, ഒരു കയ്യിൽ കൊള്ളുന്ന കല്ലുകൊണ്ട് ഒരുത്തനെ എറിഞ്ഞാൽ അവൻ താഴെ വീഴും. മോളിൽ നിന്ന് ഏതാണ്ട് 37.5 കിലോഗ്രാം ഭാരമുള്ള കല്ലുകളാണ് ഈ വീഴുന്നത്. മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കും? തകർന്ന് തരിപ്പണമായി പോകും. റഷ്യ ഈ പർവ്വത നിരകളിൽ തകർന്ന് തരിപ്പണമാകും. അവരെ അടക്കുവാനായിട്ട് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. 39-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. എന്നെ സമയം തീരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. 39-ന്റെ 12-ാമത്തെ വാക്യം. ഇസ്രായേൽ ഗൃഹം അവരെ അടക്കം ചെയ്തു തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടി വരും. ഈ റഷ്യക്കാരെ അടക്കുവാൻ 7 മാസം എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം, എത്ര ആളുകൾ അവിടെ മരിക്കുമെന്ന്. 14-ാം വാക്യം. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവൃത്തിക്കാരെ നിയമിക്കും. നിത്യപ്രവൃത്തിക്കാരൻ മുനിസിപ്പാലിറ്റി വർക്കേഴ്സാണ്. അവരിങ്ങനെ നടക്കും. ഏതെങ്കിലും ഒരു ശവം കണ്ടാൽ അവിടെ വായിക്കുന്നു, അവരവിടെ ഒരു അടയാളം വെക്കും. 15-ാം വാക്യം. ദേശത്തെ ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. അവരെടുത്ത് അടക്കത്തില്ല. ഒരു അസ്ഥി കണ്ടാൽ അവിടെ അടയാളം വെക്കും. അത് എടുക്കേണ്ടിയവർ വന്ന് അതിനെ എടുത്തുകൊണ്ട് കുഴിച്ചിടും. ഞാൻ വിശ്വസിക്കുന്നു ന്യൂക്ലിയർ കണ്ടാമിനേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് അവരെ എല്ലാവരും അടക്കാത്തത്. അടക്കേണ്ടിയവർ വന്ന് അവരെ എടുത്തുകൊണ്ടുപോയി അടക്കും. എന്നെ സഹോദരന്മാരെ, നാം ഇന്ന് ജീവിക്കുന്ന നാം ദൈവജനത്തിലൂടെ കണ്ടതുപോലെ ഈറ്റുനോവ് കലശലായി തീർന്ന സന്ദർഭം. ആ കുഞ്ഞ് പ്രസവിക്കും, യേശുക്രിസ്തു മടങ്ങി വരും. അവൻ വരുന്നതിന് മുമ്പ് കർത്താവിൻ്റെ സഭ ഇവിടെ നിന്നും മാറ്റപ്പെടണം. ഇത്രയും കാര്യങ്ങൾ 2600 വർഷം മുമ്പ് പറഞ്ഞത് ആശ്ചര്യമായി വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ കൃത്യമായി നമ്മുടെ മുന്നിൽ നിവർത്തിക്കപ്പെടുന്നെങ്കിൽ, ഞാനൊരു കാര്യം തീർത്ത് പറയട്ടെ, നമ്മളൊരു പ്രത്യേക സമയത്ത് ജീവിക്കുന്നു. യെസ്, ആ ഈറ്റുനോവിൻ്റെ കലശലായ ദിവസങ്ങളിൽ ജീവിക്കുന്നു. നമ്മളെത്ര ഭക്തിയുള്ളവരായി, എത്ര വിശുദ്ധിയുള്ളവരായി നാം ജീവിക്കണം. നാം പ്രിയപ്പെട്ട കർത്താവിനെ കാണാൻ പോകുകയാണ്. താമസം വിനാ കാണും. നമ്മുടെ വേദനകൾ തീരും. നമ്മെ വിട്ടുപിരിഞ്ഞവരെ കാണും. നാം നിത്യസന്തോഷത്തിൽ പ്രവേശിക്കും. നാം ദുഃഖമില്ലാത്തൊരു ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആ നാളുകൾ വിദൂരമല്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ വരവ് കാണുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. നമ്മൾ കഴിയുന്നതും ഓരോ ദിവസവും ദൈവം ദാനം തരുന്നതാണെന്ന് കരുതി വീണ്ടെടുത്തുകൊണ്ട് അവൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിപ്പാൻ
ചിലരെ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ നമ്മളെല്ലാവോളം നമ്മളെ തന്നെ സൂക്ഷിച്ചും പ്രയത്നിച്ചും കൊണ്ട് നമുക്ക് ജീവിക്കാൻ ദൈവം കൃപ തരട്ടെ. രക്ഷിക്കപ്പെടാതെ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നാളെ എന്നൊരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല. അറിയില്ല, ഇന്ന് രാത്രിയിൽ കർത്താവ് വന്ന് സഭയെ ഇവിടെ നിന്ന് മാറ്റിയാൽ നിങ്ങൾ കൈവിടപ്പെടും. ഭയാനകമായ ദിവസങ്ങളിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ യാഗമായി തീർന്ന ദൈവപുത്രനെ സ്വീകരിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെടുക. നിങ്ങൾ ഹൃദയം തുറക്കുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. നിങ്ങൾ യേശു ക്രിസ്തു വിശ്വസിച്ച് ഒരു ദൈവ പൈതലായി തീരുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്കു ഭവാൻ കാഴ്ച നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്കു ഭവാൻ കാഴ്ച നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയിർത്തു പുഷ്ടരായ 1000 ജനം. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയിർത്തു പുഷ്ടരായ 1000 ജനം. അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ ശ്രീനരപതിയേ, സിയോൻ മണവാളനെ ശ്രീനരപതിയേ, സിയോൻ മണവാളനെ.